നമസ്കാരം. PK ലേണിംഗ്സ് മലയാളം വൊക്കാബുലറി ഷോർട്ട് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രശസ്തമായ വരികളുടെ ഭാഗം 6 നോക്കുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തവർ ദയവായി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് ആ ഭാഗങ്ങൾ കൂടി കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. മൃത്യുബോധത്തിന്റെ കവി, ദാർശനിക കവി എന്നിങ്ങനെ വിശേഷണങ്ങളുള്ള ജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ജി ശങ്കരക്കുറുപ്പിന്റെ പ്രശസ്തമായ കൃതികളിലെ വരികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1965 ആദ്യ ജ്ഞാനപീഠ ജേതാവ്. തന്റെ കൃതിയായ ഓടക്കുഴലിനാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. 1968 മുതൽ 72 വരെ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. അദ്ദേഹത്തിന് പ്രശസ്തമായ ചില കൃതികളാണ് ഓടക്കുഴൽ, സൂര്യകാന്തി, ഇന്നു ഞാൻ നാളെ നീ, എന്റെ വേലി, വിശ്വദർശനം, പാഥേയം, പതികന്റെ പാട്ട് എന്നിവ. ജി ശങ്കരക്കുറുപ്പിന്റെ കൃതികളിലെ ഏറ്റവും വിഖ്യാതമായ കവിതകളിൽ ഒന്നായ ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത, പേരിന്റെ അർത്ഥം പൂർണ്ണമാകുന്ന ആശയം പ്രചരിപ്പിക്കുന്ന ദാർശനികമായ ഒരു കവിതയാണ് ഇന്നു ഞാൻ നാളെ നീ. ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള കവിയുടെ വ്യസനം എന്നിവയാണ് അനുവാചകനെ ഈ കവിത ഓർമ്മിപ്പിക്കുന്നത്. ഈ കവിതയിലെ ചില വരികൾ നമുക്ക് പരിചയപ്പെടാം. വന്നു തറച്ചിതൻ കണ്ണിലാ പെട്ടിമേൽ നിന്നു മാറക്ഷരം ഇന്നു ഞാൻ നാളെ നീ. ഈ വരികൾ ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയിലേതാണ്. വന്നു തറച്ചിതൻ കണ്ണിലാ പെട്ടിമേൽ നിന്നുമാർ അക്ഷരം ഇന്നു ഞാൻ നാളെ നീ. ജി ശങ്കരക്കുറുപ്പിന്റെ പ്രശസ്തമായ മറ്റൊരു കൃതിയാണ് സൂര്യകാന്തി. ഇതൊരു പ്രണയകാവ്യമാണ്. തീവ്രമായ പ്രണയത്തിന്റെ ആത്മസംഘർഷമാണ് കവി ഈ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സൂര്യകാന്തിക്ക് സൂര്യനോടുള്ള പ്രണയമാണ് ഈ കവിതയിലെ ഇതിവൃത്തം. ഈ കവിതയിലെ വരികൾ നമുക്ക് പരിചയപ്പെടാം. ആ വിശുദ്ധമാ മുഗ്ധ പുഷ്പത്തെ കണ്ടില്ലെങ്കിൽ, ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ. ഇത് സൂര്യകാന്തി എന്ന കവിതയിലെ വരികളാണ്. അതുപോലെ ഈ കൃതിയിലെ മറ്റൊരു വരിയാണ് സ്നേഹത്തിൽ നിന്നല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. ജി ശങ്കരക്കുറുപ്പിന്റെ മറ്റൊരു പ്രശസ്തമായ കവിതയാണ് എന്റെ വേലി. ഇതൊരു സിംബോളിക് കവിതാ വിഭാഗത്തിൽ പെടുന്നതാണ്. മൃത്യുബോധമാണ് ഈ കവിതയുടെ അടിസ്ഥാന ഭാവം. എന്റെ വേലി എന്ന കവിതയിലെ ചില വരികൾ നമുക്ക് പരിചയപ്പെടാം. വരണം വരൻ മാത്രമാസന്നമായി പോയി, വരണം സനാതന നിയമം ലംഘിക്കാമോ. അടുത്ത വരികളാണ് വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. ഇതും എന്റെ വേളി എന്ന കവിതയിലെ വരികളാണ്. ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ടെനിക്കെന്നൻ പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടുകിടക്കുന്നു, വാദമെന്നെലുമ്പിലെ മജ്ജയൊക്കെയും കാർന്നു, പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു. ഇത് ജി ശങ്കരക്കുറുപ്പിന്റെ ജീവയുടെ തെരഞ്ഞെടുത്ത കവിതകൾ എന്ന കൃതിയിലെ വരികളാണ്.